നമ്മൾ സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് സിഗ്നിഫിക്കൻ്റ് കാര്യം ചെയ്യാൻ പോകരുത്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞത് ആദ്യം നീ നന്നാകും, നീ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ നാട് നന്നാകും, നാട് നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ ലോകം നന്നാവും. അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മൾ അതിന് 5 ലെവൽ കഴിയണം. അത് കഴിഞ്ഞ് നാട് നന്നാക്കിയാൽ മതി. അതുവരെ ദയവ് ചെയ്ത് പള്ളി കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി, അമ്പല കമ്മിറ്റി ഇതിൻ്റെ ഒന്നും ഒരു സ്ഥാനവും ഏക്കാൻ പോകരുത്. കാരണം ഒരുപാട് ഉത്തരവാദിത്തം എന്തിലുണ്ട്? നമ്മുടെ ബിസിനസ്സിലുണ്ട്. അതിപ്പോൾ മനസ്സിലാവും. കുറച്ച് ടേൺ ഓവറും സെയിലും ഒക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ഏതാണ്ടൊക്കെ അങ്ങ് ആയി, ഇനിയിപ്പോൾ അമ്പല കമ്മിറ്റി പ്രസിഡൻ്റ് ആകാമെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അത് ഇന്ന് ഞാൻ തീർത്തു തരാം. കമ്മിറ്റി പോകരുതെന്നല്ല പറഞ്ഞ് ഉത്തരവാദിത്തം ഏക്കരുത്, ഭാരവാഹിത്വം ഏക്കരുത്. മെമ്പറായിട്ടിരിക്കാം, കുഴപ്പമില്ല, അംഗമായിട്ടിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ പ്രസിഡൻ്റ് ആകാൻ പോകരുത്, ഖജാൻജി ആകാൻ പോകരുത്. കാരണം നമുക്കിവിടെ ഒരുപാട് പണി ചെയ്യാനുണ്ട്. ഇവിടെ വെച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി, യു ക്യാൻ സ്റ്റാർട്ട് ഡെലിഗേറ്റിംഗ്. ഡെലിഗേഷൻ തുടങ്ങാം. അവിടുത്തെ ഗുണം എന്താ? മറ്റുള്ളവരെ പണി ഏൽപ്പിച്ചിട്ട് നമ്മളുടെ കുറച്ച് സമയം ഫ്രീ ആക്കാൻ പറ്റും ഈ സ്റ്റേജിൽ. അതുകൊണ്ട് ഒരു കാര്യം കൊണ്ട് നോക്കിക്കേ, 6ാമത്തെ ലെവൽ എത്തുന്നിടം വരെ പണിയെടുത്തേ പറ്റൂ കമ്പനിക്കകത്ത്. അല്ലാതെ അതുവരെ മുതലാളി ചമയാൻ പറ്റില്ല. ഈ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം? പതുക്കെ കാര്യങ്ങളിൽ നിന്ന് മാറി 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 പോവാം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് മനസ്സിലായാലുള്ള ഗുണം എന്താ? അടുത്ത ബിസിനസ് തുടങ്ങാൻ പോകത്തില്ല. ഏതാ? ഒരു കുഞ്ഞങ്ങോട്ട് ജനിച്ച് കമന്ന് വീണതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കുഞ്ഞിൻ്റെ പുറകിൽ പോവും. ചെയ്യരുത്. ഇത് കമന്ന് വീണ് അത് നേരെ ഇരുന്ന് അതൊന്ന് നടക്കാനൊക്കെ തുടങ്ങി ഒന്ന് ഓടിക്കഴിഞ്ഞിട്ട് മതി നമുക്കടുത്തത്. അങ്ങനെ ഓടാൻ ഇതിന് മിനിമം ഒരു 6 വർഷമെങ്കിലും 6 ലെവലെങ്കിലും എടുക്കും. 6ാമത്തെ ലെവലിൽ നമ്മളെ എന്ത് വിളിക്കും? ലീഡേഴ്സ്.